ശ്രീ അഹമ്മദ് ദേറുഗോൽ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ച ധനകാര്യ ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ ഞാൻ പിന്തുണക്കുന്നു. സർ, ശത്രു സൈന്യത്തോടെന്ന പോലെ കർഷകരോടും പട്ടിണിപ്പാവങ്ങളോടും യുദ്ധം പ്രഖ്യാപിച്ചും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഫെഡറൽ അസ്ഥിവാരത്തെ പിഴുതുമാറ്റിയുമാണ് യൂണിയൻ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പാചകവാതകവും പെട്രോൾ ഡീസലും കോർപ്പറേറ്റ് ചൂതാട്ടത്തിന് തീരെഴുതി കൊടുത്തിരിക്കുന്നു. ഗ്യാസ് സബ്സിഡിയുടെ ഒരു നയാ പൈസയും വർഷങ്ങളായി ആർക്കും ലഭിക്കുന്നില്ല. പച്ചില കാണിച്ച് ആട്ടിൻകൂട്ടത്ത് നയിക്കുന്ന ആട്ടിടിയനെപ്പോലെ തുടക്കത്തിൽ സർക്കാർ നക്കാപ്പിച്ചകൾ വെച്ച് കിട്ടുകയുണ്ടായി. പിന്നീട് വലിയൊരു ചതിയുടെ തുടക്കമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഏറെ താമസിക്കേണ്ടി വന്നില്ല. ചരിത്രത്തിലെ രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തീക്ഷ്ണമായ ജീവിത ദുരനുഭവങ്ങൾ പൊതുചർച്ചയിൽ വരാതിരിക്കാൻ ഹിന്ദുത്വയുടെ വിഷക്കൂട്ടുകൾ യൂണിയൻ സർക്കാർ ജനങ്ങൾക്ക് മേൽ നിരന്തരം തെളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസും അവരോടൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തെ വേട്ടയാടുന്ന ദുഃഖകരമായ കാഴ്ചകൾ നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർ, ഇതിനെ വകഞ്ഞുമാറ്റി രാജ്യത്തെ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾക്ക് സാധ്യമായ ആശ്വാസം നൽകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, യൂണിയൻ ബജറ്റിൻ്റെ അടങ്കൽ തുകയായ 48 ലക്ഷം കോടിയുടെ 36% കടമെടുക്കുന്ന കേന്ദ്ര സർക്കാർ ആകെ ചെലവിൽ 12 ലക്ഷം കോടി രൂപ, അതായത് 25% കടത്തിൻ്റെ പലിശ തിരിച്ചടക്കാൻ ചിലവിടുന്ന യൂണിയൻ സർക്കാർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് GDP-യുടെ 2.4%, അതായത് 15% മാത്രം പലിശ അടവിലേക്ക് നീക്കിവെക്കുന്ന കേരള സർക്കാരിനോട് പ്രതിപക്ഷം പറയുന്നു കേരളം കടം വാങ്ങരുത് എന്ന്. സർ, യൂണിയൻ ഗ്രാൻഡ് 2022 30,000 കോടിയാണ് നൽകിയിരുന്നത്. ഈ വർഷം ഇത് 11,000 കോടിയാക്കി ചുരുക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഇതിനെതിരെ പ്രതികരിക്കേണ്ടവർ കാമായെന്ന് പോലും ഉച്ചരിക്കുന്നത് നമ്മൾ കണ്ടില്ല. 2022 മൊത്തം ബജറ്റ് ചെലവ് 1,38,000 കോടിയിൽ നിന്ന് 1,68,000 കോടിയാക്കി ഉയർത്തിയാണ് കേരളം വീഴില്ല എന്ന് നാം ഉറക്കെ പ്രഖ്യാപിച്ചത്. 2022-23 GST വരുമാനം 29,513 കോടിയിൽ നിന്ന് നടപ്പ് വർഷം 32,596 കോടി, 10% വർധനക്കുള്ള ശക്തമായ പദ്ധതികളാണ് സർക്കാർ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർ, പ്രതിപക്ഷത്തിന് ഏറെ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന ഒരു കണക്ക് പറയാം. കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാനത്തിന് നികുതി വരുമാനം വർദ്ധിച്ച് 60% എത്തിയിട്ടുണ്ട്. 2020-21 47,661 കോടി രൂപയായിരുന്നുവെങ്കിൽ ഈ വർഷം 74,258 കോടിയായി ചരിത്രപരമായ നേട്ടമുണ്ടാക്കിയ സർക്കാരാണ് നമ്മുടെ കേരള സർക്കാർ. എല്ലാ പഴുതുമടച്ച് കേന്ദ്രം കഴുത്തിന് പിടിച്ചിട്ടും അനിതര സാധാരണമായ ധനമാനേജ്മെന്റിലൂടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ബാലഗോപാൽ നാടിനെ ഒലയാതെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, കഴിഞ്ഞ 3 വർഷവും കേരളത്തിൻ്റെ സമ്പദ്ഘടന ദേശീയ ശരാശരിയേക്കാൾ 6.6% അധികമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറവിൻ്റെ ഇൻഡെക്സിൽ ഇന്ത്യയിൽ ഏറ്റവും വിലക്കുറവുള്ള നാടിലാണ് കേരളം. സർ, സഹകരണ മേഖലയെ തകർത്ത് തരിപ്പണമാക്കാൻ കേന്ദ്രം കളവുകളുടെ പെരുമഴ വർഷം നടത്തുമ്പോൾ നിക്ഷേപ സമാഹരണത്തിൽ ലക്ഷ്യമിട്ട് 9,000 കോടിക്ക് പകരം 23,263 കോടി രൂപ സമാഹരിച്ച വാർത്ത വായിച്ചാണ് കേരളം ഇന്ന് ഉണർന്നത്. സർ, മതനിരപേക്ഷതയ്ക്ക് കാവലൊരുക്കിയും ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ മുന്നിൽ നിന്നും സംഘപരിവാറിൻ്റെയും മറ്റു മുഴുവൻ മതവർഗീയവാദികളോടും മതാന്ധതയോടും സമരസപ്പെടാത്ത സമരനിര പടുത്തുയർത്തിയാണ് കേരളം ഇന്ത്യക്ക് മാതൃകയാകുന്നത്. സർ, കേന്ദ്ര സർക്കാരിൻ്റെ മുഴുത്ത ജനാധിപത്യ ഭരണഘടനാ വിരുദ്ധ നിലപാടുകളെ നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിച്ച് മോദി വിരുദ്ധ മണ്ണൊരുക്കിയത് LDF മാത്രമാണ്. എന്നാൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന പോലെ ഈ മണ്ണിൽ വിത്തെറിഞ്ഞ് UDF ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ അഹങ്കരിക്കാനുള്ള
വിജയമായി നിങ്ങൾ കാണരുതെന്നാണ് ചരിത്രമെടുത്ത് വായിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്താനുള്ളത്. ഈ വസ്തുതകൾ മറ്റാരെക്കാളും തിരിച്ചറിഞ്ഞത് UDF നേതൃത്വവുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നെഞ്ചിലും വയറ്റിലും കത്തുന്ന തീ മറക്കാനാണ് പെരും നുണകളുടെ മഹാപ്രവാഹം വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇവിടെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സർ, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തമുണ്ട്, ജായിൽ ഹക്കും വദഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം പുലർന്നു, അസത്യം തിരോഭവിച്ചു, നിശ്ചയം അസത്യം തകരാനുള്ളതാണ്. സർ, കേരളം ഈ ഇരുട്ടുകളെല്ലാം അതിജയിച്ച് സൂര്യശോഭയോടെ ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്കുറപ്പിക്കാം. ഈ ധനിയോ വിനിയോഗ പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. നന്ദി, നമസ്കാരം.